ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. പോളിംഗ് ശതമാനം 60 കടന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പാട്നയിലാണ്. ബീഹാറിൽ വലിയ മാറ്റം കാണുന്നുവെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. അതിനിടെ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ അജ്ഞാതരായ ചിലർ കല്ലുകളും ചെരുപ്പുകളും എറിഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ RJD ആണെന്നാണ് BJPയുടെ ആരോപണം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്നതാണ് ബീഹാറിനെ സംബന്ധിച്ചോളം നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55.38% ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2025 തെരഞ്ഞെടുപ്പിൽ അത് 60.41 എത്തിയിരിക്കുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യമായാലും NDA സഖ്യമായാലും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടം 121 നിയമസഭാ മണ്ഡലത്തിലെ സീറ്റിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നവംബർ 11 തീയതി നടക്കും. എന്തായാലും ഈ ഒരു ഇന്ത്യ രാഷ്ട്രീയത്തെ വേണമെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് NDA സഖ്യമായാലും ഇന്ത്യ മുന്നണിയായാലും ഒരു കാർഡിളക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്കുള്ള പ്രചരണം ഇരു മുന്നണികളും ശക്തമാക്കാൻ ഒരുങ്ങുന്നു എന്നതുകൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. എന്നാലും 2020 സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ 2025 എത്തുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായി എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ ബീഹാറിലെ നിലവിലെ ഈ വോട്ടിംഗ് ശതമാനം കൂടിയത് ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിന് തുടക്കമാകുമെന്നാണ് ഈ മഹാസഖ്യത്തിൻ്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് പ്രതികരിച്ചിട്ടുള്ളത്. 20 വർഷത്തോളമായി തുടരുന്ന നിതീഷ് കുമാറിൻ്റെ ഭരണം അത് ഇത്തവണ അവസാനിക്കും എന്നൊരു സൂചന നൽകുന്ന ഒരു വാർത്തയായിരുന്നു ഈ തേജസ്വി യാദവ് പുറത്തുവിട്ടത്. എന്തായാലും മഹാസഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതുള്ള ഒരു നിർണായകമാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കളെല്ലാം ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലാണ് വിധി നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ജനവിധി തേടുന്നത് എന്നതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള സാമ്രാജ് ചൗധരി, മുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ NDAയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ്കുമാർ സിൻഹ തുടങ്ങിയ നിരവധി മന്ത്രിമാരും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഇരു മുന്നണികൾക്കും ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത്. 60.41% നിലവിൽ ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചില സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഒരു സമാധാനപരമായിട്ടായിരുന്നു ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ്കുമാർ സിൻഹയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സന്ദർശിക്കാൻ നടത്തിയ ആ സാഹചര്യത്തിലായിരുന്നു ഈ പ്രവർത്തകർ, പ്രധാനമായും RJD പ്രവർത്തകരാണ് തങ്ങൾക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടതെന്നാണ് സിൻഹ അടക്കമുള്ള NDA സഖ്യത്തിലെ നേതാക്കൾ ആരോപിക്കുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ബീഹാറിലേക്കുള്ള ഒരു രാഷ്ട്രീയ കൂനമ്പ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജനം ജംഗിൾ രാജിനെതിരെ വിധി എഴുത്തായിരിക്കും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചിരുന്നു. പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വർധനവുണ്ടായി എന്നതാണ് ഇരു മുന്നണികൾക്കും ആത്മവിശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.